നെടുമങ്ങാട് LP സ്കൂളിന്റെ മതിൽ ദേഹത്ത് വീണ ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ശാന്തകുമാരി അമ്മയ്ക്ക് ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. നെടുമങ്ങാട് LP സ്കൂളിന്റെ മതിലിടിഞ്ഞ് ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട വെള്ളനാട് വാളിയാറ ആറ്റുകാൽ വീട്ടിൽ ശാന്തകുമാരിയമ്മയാണ് സർക്കാർ നൽകിയ നഷ്ടപരിഹാരം ലഭിക്കാതെ വലഞ്ഞത്. 16 വർഷം മുൻപ് നെടുമങ്ങാട് അയൽക്കൂട്ട മീറ്റിംഗ് കഴിഞ്ഞ് ടൗൺ LP സ്കൂൾ കോമ്പൗണ്ടിന്റെ മുന്നിലൂടെ വരുമ്പോഴാണ് സ്കൂൾ കോമ്പൗണ്ട് ഭിത്തി ഇടിഞ്ഞ് ദേഹത്ത് പതിച്ചത്. ഇതോടെ ശാന്തകുമാരി പരിക്കേറ്റ് കിടപ്പുരോഗിയായി മാറി. 7 പേർക്കാണ് പരിക്കേറ്റത്. ഇതേ തുടർന്ന് ശാന്തകുമാരിയമ്മ 2009-ൽ നഷ്ടപരിഹാരത്തിനായി കോടതിയിൽ സമീപിക്കുകയും 2013-ൽ ഇവർക്ക് നഷ്ടപരിഹാരമായി 4,63,000 രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ചില ഉദ്യോഗസ്ഥർ തുക തടഞ്ഞുവെച്ചു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്കും MLAയ്ക്കും പരാതി നൽകി. അന്നത്തെ സർക്കാർ നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ ലഭിച്ചില്ല. 2013-ൽ ഏക മകനും മരണപ്പെട്ടു. താലൂക്ക് ഓഫീസിൽ പ്യൂണായിരുന്നു മകൻ. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മകൻ. മകന്റെ മരണശേഷം ആ ജോലി മരുമകൾക്ക് ലഭിച്ചു. എന്നാൽ മരുമകൾ മറ്റൊരു വിവാഹം കഴിഞ്ഞുപോയി. അവർക്കു ശമ്പളം കിട്ടുന്നതിൽ 5,000 രൂപ ശാന്തകുമാരിയമ്മയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും മരുന്നിനു പോലും തികയുന്നില്ലെന്നാണ് ശാന്തകുമാരി പറയുന്നത്. ശാന്തകുമാരിയമ്മയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മൂത്ത സഹോദരി പത്മാവതി അമ്മയും കിടപ്പിലായതോടെ ഇവരുടെ ജീവിതം ഏറെ ദുരിതത്തിലായി. പാലിയേറ്റീവ് കെയറിലാണ് പരിചരണം. പഞ്ചായത്ത് അംഗം വെള്ളനാട് കൃഷ്ണകുമാർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നഷ്ടപരിഹാര തുകയ്ക്കായി കാത്തിരിക്കുകയാണ് ശാന്തകുമാരിയമ്മ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.